ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതൊക്കെ നമ്മളെ മീൻകറിയൊക്കെ ഞാൻ റെഡിയാക്കിയത് ഒക്കെ റെഡിയാക്കി വെച്ചു. ഉണ്ടാക്കണമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ റെഡിയാക്കി വെക്കാനാണ് ഇപ്പോൾ കാണിച്ചത്. പിന്നെ അതേപോലെ തന്നെ ചോറ് ഇതാക്കണം. ഇവിടെ റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെച്ച് ഊറ്റി വെച്ച് ഇത് റെഡിയാക്കി വെച്ചിങ്ങനെ. അതാക്കണം അതിൽ ആ റൈസ് കുക്കറിൽ നമ്മൾ ചോറ് വാർത്തുകൊണ്ട് കഞ്ഞിവെള്ളം എന്തെങ്കിലും ആവശ്യമാക്കി എരിഞ്ഞൊക്കെ പെട്ടെന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാറില്ലെങ്കിൽ വേറെ പുറത്തുനിന്ന് ആക്കിയാൽ പെട്ടെന്ന് കഞ്ഞിൻ്റെ വെള്ളം എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, നമുക്ക് കൊടുക്കാം, കളയാതെ എടുത്ത് വെച്ചിട്ട് കേട്ടോ. പിന്നെ അതാക്കുന്ന അവിടെ വെള്ളം തിളപ്പിച്ചങ്ങാണ്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ തന്നെ അടച്ചിട്ടുണ്ട്. ഇത് തണുത്തിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ അടുപ്പത്തില്ല കിച്ചണിലുള്ള പണികളൊക്കെ കഴിഞ്ഞ് ഇനി ഉപ്പേരി വെക്കണം. അപ്പോൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണം ഞാൻ വെക്കണത് കണ്ടോ. നമ്മളെ ചക്കക്കുരു ഉണ്ട് ഇവിടെ. ആ ചക്കക്കുരു ഒന്ന് എടുത്തുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ചക്ക കഴിച്ചതിൻ്റെ ശേഷം ആ കുരു കഴുകിങ്ങാണ്ട് ഇങ്ങനെ ഉണക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ അതെടുത്തിട്ട് വേണം ഉപ്പേരി ഉണ്ടാക്കാൻ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഉപ്പേരി ഉണ്ടാക്കണില്ലാരും ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ, നമ്മളെ ഈ മീനൊക്കെ മുളകിടുന്ന മാതിരി ഇടുമല്ലോ, മഞ്ഞപ്പൊടി ഇതൊക്കെ ഇട്ടുകൊണ്ട് മാത്രം അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ രാവിലെ ഇതാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ഒരു 6 ദോശ, ഞങ്ങൾ 3 ആളുള്ളൂ. അപ്പോൾ ഒരു 6 ദോശ ഉണ്ടാക്കിയിരിക്കണം. അതെല്ലാം ഞങ്ങൾക്ക് ബാലൻസ് ആയിട്ട് വരുന്നിട്ട് കേട്ടോ 6 ഉണ്ടാക്കി. പിന്നെ അതൊക്കെ അതിലേക്ക് ദോശയ്ക്ക് ഇന്നിപ്പം ഇന്ന് ഉണ്ടാക്കിയത് ദോശയ്ക്ക് കണ്ടോ നമ്മളെ കിഴങ്ങ് കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിയേക്കാം കേട്ടോ. അപ്പം നമ്മൾ ലോങ് വീഡിയോ ഇപ്പോൾ കാണൽ കുറവായിരിക്കും. ലോങ് വീഡിയോ ഇപ്പോൾ എങ്ങനെ അറിയാം, ലോങ് വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് സൈസ് കുറച്ചങ്ങാണ്ട് ഈ ഒരു ഇതിലാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അതേപോലെ നമ്മളിവിടെയൊക്കെ എല്ലാം അടിച്ച് തുടച്ച് രാവിലെ തന്നെ തുടക്കണം. ഇരിക്കലൊക്കെ കഴിഞ്ഞു. അതാണ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൈഡിലാക്കിയിട്ട് മാറ്റി നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ. തുടക്കണ സമയത്തൊക്കെ ഇങ്ങനെ നീക്കി ഇതാക്കി വെച്ചതാണ്. അതേപോലെ മുറ്റം എല്ലാം അടിച്ചേരി എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു. പിന്നെ ഇവിടെ കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ ഒരു മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചേക്കാം. ഇവിടെ കുറച്ച് ക്ലീൻ ആക്കാനുണ്ട്. അപ്പം അത് ക്ലീൻ ആക്കാൻ ഞാൻ നിന്നിട്ടില്ല. അതിനൊരു സൺഡേ ഡേയ്സിൽ ഒന്ന് ക്ലീൻ ആക്കണം, കുറച്ചൊന്ന് ക്ലീൻ ആക്കണം. അതൊന്ന് ഒതുക്കിങ്ങാണ്ട് ഇങ്ങനെ ഇതായിക്കാണ്ട് ഇങ്ങനെ ഈ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചേക്കാണ്. പക്ഷെ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കിങ്ങാണ്ട് ചെയ്യണത്. അപ്പം നമ്മൾ കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മളെ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കി ഇവിടെ ഇതൊക്കെ ഡോറൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് ഇതൊക്കെ ഞാൻ അതേപോലെ ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി എടുത്ത് വെച്ചാൽ എങ്ങനെയാണെന്ന് അറിയാം, ഇവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അടുത്ത് മാറ്റി വെച്ചതാട്ടോ. പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്താ പറയുക, പള്ളിയിൽ പോയിട്ട് പള്ളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് കാണിച്ചു എന്നറിയോ, പിന്നെ വീട്ടിലേക്ക് വന്നില്ല. വീട്ടിലേക്ക് വരാതെ ഞങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോയതിൻ്റെ മുന്നേ അപ്പം എന്താ പറയുക, അവിടെ നിന്ന് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ ഞങ്ങൾ പോയിട്ടോ. പിന്നെ ഞങ്ങൾ എന്താ പറയുക, വണ്ടി അവിടെ നിർത്തി വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ ബസ്സിലാണ് പോയത് കേട്ടോ. ബസ്സിൽ പോയി ഞങ്ങൾ അവിടെ എത്തി ഇതാക്കി. പക്ഷേ എന്ത് സംഭവം എന്നറിയോ, സ്കൂളത്തെ വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു. അവിടെ ചെന്നപ്പോൾ പിന്നെ അതൊന്നും എടുത്തിട്ടില്ല. ഞങ്ങളവിടെ കയറി പോയി സ്കൂളത്തെ നമ്മളെ ആവശ്യങ്ങളൊക്കെ ഇതാക്കി, പ്രോഗ്രസ് കാർഡും അങ്ങനെ എന്താ സംഭവങ്ങളും ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് നോക്കി എല്ലാം ചെയ്ത്. പിന്നെ പക്ഷേ എന്താ പറയുക, സ്കൂളിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൊച്ചു ബെൽ ബട്ടൺ അടിച്ചമർത്തി പോവാട്ടോ. ബായ്.